ഇവിടെ എലക്ഷന്റെ പരിപാടികളൊക്കെ നടക്കുവാണേ. അതുകൊണ്ട് പുറത്തുനിന്ന് ചിലപ്പോ വെടിക്കെട്ടും അങ്ങനെ പല പല ഇവിടെ ക്ലിയർ ആണ് ഡോക്ടറെ. ഞങ്ങക്ക് ഇപ്പൊ പറയണത് വളരെ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. എനിക്കിവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങളും കൂടി അത് കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ല ഇല്ല കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. വൃക്ഷായുർവേദത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. എന്റെ പേര് നിയ ശിവൻ. ഡോക്ടർ പറഞ്ഞു എന്നെ പറ്റി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സ്ലൈഡ് വിസിബിൾ അല്ലേ? അതെ ഡോക്ടർ, അതെ. പ്രസന്റേഷൻ മോഡ് അല്ലേ? അതെ. ഓക്കെ. അപ്പോ ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പുരാതന ഭാരതത്തെ ഭരിച്ചിരുന്ന ഒരു പറ്റം രാജാക്കന്മാരാണ് അല്ലെ. അതില് ക്രിസ്തു വർഷം മുമ്പ് തന്നെ ഒരു 321 185 ആ കാലഘട്ടത്തിൽ തന്നെ മൗര്യ സാമ്രാജ്യം, അത് കഴിഞ്ഞാൽ ഗുപ്ത സാമ്രാജ്യം, അതിനുശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ചോള സാമ്രാജ്യം, ചേര സാമ്രാജ്യം, അങ്ങനെ പലതരത്തിൽപ്പെട്ട രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കാലയളവിൽ തന്നെ ഈ രാജാക്കന്മാരുടെ എല്ലാം ഒരു പൊതുവായ ഒരു ലക്ഷ്യം എന്നത് അവരുടെ അതായത് അവരുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ആ ഒരു കാലഘട്ടത്തില് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനപരമായി സ്വാധീനിച്ചിരുന്ന രണ്ട് ഘടകങ്ങളായിരുന്നു. ഒന്ന് കൃഷി, പ്രധാനമായിട്ടും കൃഷി. കാരണം നാണ്യവിളകളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെയായിരുന്നു ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകം എന്നത് കൃഷിയായിരുന്നു. മറ്റൊന്ന് രാജ്യാവകാശങ്ങളാണ്. അതായത് ഒരു രാജാവ് എത്രത്തോളം തന്റെ ആ ഒരു ടെറിട്ടറിയിലേക്ക് എത്രത്തോളം രാജ്യങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു എന്നതനുസരിച്ച് ആ രാജാവിന്റെ ബലത്തെ അളന്നിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൗഢി അളന്നിരുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചായിരുന്നു. അപ്പോ ഇതിനെ രണ്ടിനെയും, അതായത് കൃഷിയെയും സംരക്ഷിക്കണം, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണത്തെ കൂട്ടാനായിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് ഇതിനു വേണ്ടിയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലെ തന്നെ. അങ്ങനെയാണ്, അതായത് കൃഷിയെ ആ കാലഘട്ടത്തിലെ കൃഷിയെ ബാധിക്കുന്ന ഒരുപാട് ചെടിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നെല്ലിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളും പ്രാണികളും ഒക്കെ ആയിട്ട് അന്നു മുതലേ ഇതെല്ലാം നിലനിന്നിരുന്നു. അത് മാത്രമല്ല യുദ്ധങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ആനയും കുതിരയുമായിരുന്നു അക്കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ജീവികൾ. ഇവയ്ക്കുണ്ടാകുന്ന പലതരം യുദ്ധത്തിലൂടെ ഇവയ്ക്കുണ്ടാകുന്ന പരിക്കുകള്, അവയുടെ അംഗഭംഗങ്ങള്, ഇതിനെല്ലാം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ചിന്ത ആ കാലഘട്ടത്തിലെ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയിൽ നിന്നാണ് വൃക്ഷായുർവേദവും അശ്വായുർവേദവും ഹസ്ത്യായുർവേദവും ഒക്കെ നിലവിൽ വന്നത്. ഈ അശ്വായുർവേദത്തിനെയും ഹസ്ത്യായുർവേദത്തിനെയും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ പശ്വായുർവേദം എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആ കാലഘട്ടത്തിലേ വന്നു പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൃക്ഷായുർവേദത്തെ പറ്റിയാണ്. ഇപ്പൊ വൃക്ഷായുർവേദം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നതിന്റെ ഒരു കഥയാണ്, ഒരു ചെറിയൊരു ഹിസ്റ്ററി പാർട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ പൂർണ്ണമായും വൃക്ഷായുർവേദത്തിലേക്ക് മാത്രമായാണ് വരുന്നത്. വൃക്ഷായുർവേദം എന്നൊരു ടേം നമ്മുടെ ക്ലാസിക്കൽ ആയുർവേദത്തിന്റെ ക്ലാസിക്കൽ ബുക്കുകളായ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളായ ചരക സംഹിത, അഷ്ടാംഗ ഹൃദയം, സുശ്രുത സംഹിത, പിന്നെ അതുപോലെ പല പല നിഘണ്ടുക്കള്, ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ ആയുർവേദത്തില് രോഗിയെ പറ്റിയും രോഗങ്ങളെ പറ്റിയും ഒക്കെ വളരെ വിശദമായി വിശദീകരിക്കുന്ന കുറെ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഇതിലൊന്നും നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ നമുക്ക് വൃക്ഷായുർവേദം എന്നൊരു ടേം നമുക്ക് കാണാൻ പറ്റുന്നതേ ഇല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ വേറൊരു വിങ് പോലെ, വേറൊരു വിഭാഗം പോലെ വൃക്ഷായുർവേദം വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നത് കൊണ്ടാവണം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പ്രാബല്യത്തിലുള്ളത് കൊണ്ടായിരിക്കണം ആയുർവേദ സംഹിതകളിൽ ഇതിന്റെ ഒരു പരാമർശം കാണാതെ പോയത്. കാരണം ടോട്ടലി അതിന് മറ്റു പല സംഹിതകളിലും അല്ലെങ്കിൽ മറ്റു പല കൃതികളും ഇതിനെ രേഖപ്പെടുത്തിയിരുന്ന മറ്റു പല കൃതികളും നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അത്തരം ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി അതിന്റെ റെഫറൻസുകൾ ഒന്നും നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാതിരുന്നത്. അപ്പോ
വൃക്ഷ ആയുർവേദം എന്ന് പറയുമ്പോൾ അതിൽ ആ വൃക്ഷ എന്നുള്ളൊരു ടേം അത് ബൃഹ എന്ന ഒരു സംസ്കൃത വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ടു ഗ്രോ, വളരുക അല്ലെങ്കിൽ വേരുമുളയ്ക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആ ഒരു വാക്കിൽ നിന്നാണ് വൃക്ഷം എന്നുള്ളൊരു വാക്ക് ഒരു രൂപം കൊണ്ടത്. പൊതുവിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വൃക്ഷങ്ങളുടെ ആയുർവേദം അന്നാണ് വൃക്ഷായുർവേദത്തെ പറയുന്നത്. എന്തുകൊണ്ടാണ് ആയുർവേദവുമായിട്ട് ഇതിനെ കോറിലേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് വൃക്ഷങ്ങൾ ഇതിന്റെ കൂടെ ആയുർവേദം എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലും ഈ വൃക്ഷായുർവേദത്തിലും യൂസ് ചെയ്യുന്നത് ആയുർവേദത്തില് വൈദ്യന്മാർ ഉപയോഗിക്കുന്ന അതേ ചികിത്സാ രീതികളും അതേ പ്രിൻസിപ്പിൾസും തന്നെയാണ് വൃക്ഷായുർവേദത്തിലും ഫോളോ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ചെടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രോഗ പരിചരണത്തിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഈ ശാസ്ത്രത്തിന് വൃക്ഷ ആയുർവേദം എന്നൊരു പേര് കൊടുത്ത് ആ കാലഘട്ടം മുതലേ നിലനിന്ന് പോകുന്നത്. ഇത് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര വിഭാഗം രൂപം കൊണ്ടത് ഏകദേശം പരിപൂർണമായി രൂപം കൊണ്ടുവന്നത് ക്രിസ്ത്യൻ ഇറ ഒരു 2 or 3 നൂറ്റാണ്ടുകളിലാവണം. പക്ഷേ അതിനു മുന്നേ തന്നെ പ്രാക്ടീസുകൾ, അതായത് വൃക്ഷായുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നതിന് പല തെളിവുകളും നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. ദോഷ തിയറി നിങ്ങൾക്കറിയാം. എന്താണ് ആയുർവേദത്തില് വാത പിത്ത കഫം എന്ന് ത്രിദോഷ തിയറികളെ അനുസരിച്ചാണ് നമ്മളൊരു രോഗിയെ ചികിത്സിക്കുന്നതും രോഗിയുടെ രോഗത്തെ അസസ് ചെയ്യുന്നതും അതിനുള്ള ആ രോഗത്തിനുള്ള മരുന്നുകൾ നമ്മൾ എഴുതുന്നതെല്ലാം ഈ വാതപിത്ത കഫങ്ങളെ അസസ് ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ത്രിദോഷ തിയറി, അതിന് നമ്മൾ പറയുന്നത് ത്രിദോഷ തിയറി എന്നാണ്. ത്രിദോഷ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മളിത് അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെടികളിലും ഉണ്ടാവുന്ന രോഗങ്ങളെ നമ്മൾ ഇതേ തിയറി വെച്ചിട്ട് തന്നെയാണ് അസസ് ചെയ്യുന്നത്. ഇപ്പം ആയുർവേദത്തിൽ നമ്മൾ ജ്വരം തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ഒരു പനി തന്നെ പല രീതിയിൽ, വാദം കൊണ്ടുണ്ടാവുന്ന പനിയുണ്ട്, പിത്തം കൊണ്ടുണ്ടാവുന്ന, അങ്ങനെ പല രീതിയിൽപ്പെട്ട പനികൾ ഈ ദോഷത്തിന് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളിലും വാദം കൊണ്ടുണ്ടാവുന്ന ചില ലക്ഷണങ്ങള്, പിത്തം കൊണ്ടുണ്ടാവുന്ന ചില ലക്ഷണങ്ങള്, അങ്ങനെയാണ് ഈ വൃക്ഷായുർവേദത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഷ തിയറി ഈ വൃക്ഷായുർവേദത്തിലും വളരെ ഫലപ്രദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വാദം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പൊ നോക്കാം. സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലേ? ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ നമ്മുടെ പുരാണങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൃഷിയെ പറ്റി എന്തൊക്കെയാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. രാമായണത്തിലൊരു റെഫറൻസ്, നമ്മുടെ ദേവിയുടെ പേരെന്താണ്? സീത എന്നാണ് അല്ലെ. സീതാദേവിയെ കിട്ടുന്നത് എവിടെ വെച്ചാണ്? ഉഴവ് ചാലിൽ വെച്ചാണ് സീതയെ കിട്ടുന്നത്. ആ സീത എന്നുള്ളൊരു വാക്കിന് ഉഴവ് ചാൽ എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. അപ്പൊ ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയെന്ന് അർത്ഥം പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ കൃഷി ഒരുപാട് പ്രബലമായിട്ടിരുന്ന ഇതാണ്. കൃഷിയുടെ എന്താണ് ചെടികള് അല്ലെങ്കിൽ നെൽകൃഷി അല്ലെങ്കിൽ എന്ത് കൃഷി ചെയ്താലും അതിന്റെ മണ്ണിന് ഓക്സിജൻ അളവ് കൂട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്ലഫിംഗ്, ഉഴുവുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഈ വൃക്ഷായുർവേദത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് പറയുന്ന ഒരു ടെക്നിക്കാണത്. സോ ആ ഒരു ടെക്നിക്ക് അന്നേ നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ രാമൻ രാജ്യഭരണ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന സമയത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഇറിഗേഷണൽ ഫെസിലിറ്റീസ്, അതായത് വെള്ളം പോകുന്നതും വരുന്നതും ചെടികൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ രാമായണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് ആ കാലഘട്ടത്തിലും കൃഷി വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃഷിയുടെ വിളകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെല്ലാം വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. മഹാഭാരതത്തിൽ നോക്കുവാണെങ്കിൽ ഭരദ്വാജനും ഭൃഗു മഹർഷിയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻസ് പറയുന്നുണ്ട്. അതില് ചെടികൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കം തന്നെ അത് നടക്കുന്നുണ്ട്. അതുകൂടാതെ വിഷ്ണു ധർമ്മോത്തര പുരാണത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു എൻറ്റയർ ചാപ്റ്റർ, വിഷ്ണു ധർമ്മോത്തര പുരാണത്തിലെ ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ വൃക്ഷായുർവേദത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ട് ചെയ്യുന്ന മരങ്ങൾക്കും മെഡിസിനൽ പ്ലാന്റ്സിനും വേണ്ടിയിട്ടാണ്. അതായത് എപ്പോഴും നമ്മുടെ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? പഴങ്ങൾ ഉണ്ടാവുന്ന വൃക്ഷങ്ങളും പിന്നെയുള്ളത് ഔഷധ സസ്യങ്ങളും ആണല്ലോ. അതുകൊണ്ട് ആ കാലഘട്ടത്തിലും പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പഴങ്ങൾ ഉണ്ടാവുന്ന വൃക്ഷങ്ങളെയും പിന്നെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിനുമാണ്. ഒരു എൻറ്റയർ ചാപ്റ്റർ തന്നെ കൊടുത്തിരിക്കുന്നത് വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി വരുന്നത് അർത്ഥശാസ്ത്രമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് വർത്ത എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്.
ആ വർത്ത എന്നൊരു ടേം കൃഷിയെ സംബന്ധിച്ചും പിന്നെ കാലി വളർത്തൽ, വ്യവസായം, ഇതിനെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേം ആണ് വർത്ത എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ അവിടുത്തെ രാജ്യത്തിന് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഈ വെള്ളത്തിന്റെ ധാന്യശേഖരങ്ങളിലേക്കുള്ള പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഹെഡ് ഉണ്ടായിരുന്നു. ആ ഹെഡിന്റെ പേര് സീതാധ്യക്ഷ എന്നാണ്. സീതാധ്യക്ഷ എന്നായിരുന്നു ആ ഹെഡ് ഓഫ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പേര്. അതുകൂടാതെ പ്ലഫിങ്ങിന്റെ, നേരത്തെ പറഞ്ഞല്ലോ സീത ഉഴവുചാൽ എന്ന് പറഞ്ഞു, പ്ലഫിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൂടാതെ കശ്യപനാൽ ഒരു കൃഷി സൂക്തി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മാനുസ്ക്രിപ്റ്റ് ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലെ അടയാർ ലൈബ്രറിയിൽ ഇപ്പോഴും അതിന്റെ ആ ഒരു പുരാതന കാലഘട്ടത്തിലുള്ള ആ മാനുസ്ക്രിപ്റ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുരാണങ്ങളിലും പണ്ട് നമുക്ക് കിട്ടിയിരുന്ന കുറച്ച് അറിവുകളാണ് ആയുർവേദത്തെ പറ്റി പരിചയപ്പെട്ടത്. ഇനി അടുത്തത് വൃക്ഷായുർവേദത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വൃക്ഷായുർവേദത്തിൽ വർക്ക് ചെയ്ത 2 പേരെ പറ്റി സംസാരിക്കാം. അവരുടെ വർക്കുകൾ എന്തായിരുന്നു എന്ന് നോക്കാം. വൃക്ഷായുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മളിലേക്ക് ഓടി വരുന്നത് സുരപാലനെ പറ്റിയാണ്. സുരപാലന്റെ വൃക്ഷായുർവേദം എന്ന് പറഞ്ഞൊരു ബുക്ക്, അതാണ് മിക്ക ആളുകളിലേക്കും ആദ്യം തന്നെ ഓടിയെത്തുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർക്കാണ് വൃക്ഷായുർവേദ ബൈ പരാശര മഹർഷിയാൽ എഴുതപ്പെട്ട ഒരു വൃക്ഷായുർവേദ ഗ്രന്ഥമുണ്ട്. ഇതിനെ പറ്റിയുള്ള ഒരുപാട് ആർട്ടിക്കിൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അദ്ദേഹം 4th സെഞ്ചുറി AD ക്കും 1st സെഞ്ചുറി BC ക്കും ഇടയിൽ, കാലഘട്ടം ഇപ്പോഴും ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനിടയിൽ എപ്പോഴും എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ വൃക്ഷായുർവേദ ബൈ പരാശര. ഇതില് നോക്കിക്കഴിഞ്ഞാല് സസ്യശാസ്ത്രത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബുക്കാണ് ഈ വൃക്ഷായുർവേദം. നമ്മളിപ്പോ ഒരു ബോട്ടണി പഠിക്കുമ്പോൾ, ഒരു BSc ബോട്ടണി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം പ്ലാന്റ് ടാക്സോണമി വളരെ വിപുലമായിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ടാക്സോണമി എന്താണ്? മോഡേൺ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ലിനക്സും ഇതേപോലുള്ള പല ബൊട്ടാണിസ്റ്റുകൾ, റീസെന്റ് ആയിട്ടുള്ള ബൊട്ടാണിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരുപാട് ടേമുകളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിനും എത്രയോ വർഷം മുന്നേ നമ്മുടെ ഭാരതത്തിലെ ഒരു മഹർഷി, പരാശര മഹർഷി, ഈ പ്ലാന്റ് സയൻസിനെ പറ്റി, അതായത് സസ്യശാസ്ത്രത്തെ പറ്റി പഠിക്കുകയും അതിന് യൂസ് ചെയ്തിരിക്കുന്ന ബൊട്ടാണിക്കൽ ടേമുകളെല്ലാം വളരെ മനോഹരമായി സംസ്കൃത ഭാഷയിൽ അതിനുള്ള വിശദീകരണങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ വൃക്ഷായുർവേദം. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. നമ്മളിപ്പോഴും പ്ലാന്റ് ടാക്സോണമി പഠിക്കുമ്പോൾ ഫോറിനേഴ്സിന്റെ പ്ലാന്റ് ടാക്സോണമിയാണ് പഠിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ കൾച്ചറിൽ, നമ്മുടെ ഭാരത സംസ്കാരത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഈ ഒരു ടേമുകളും ഈ ഇൻഫർമേഷൻസ് എല്ലാം കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പലർക്കും ഇന്നും അറിവില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പുസ്തകത്തെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വൃക്ഷായുർവേദ ബൈ പരാശര എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്കത് വായിക്കാം. കൂടുതൽ അറിവുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ ഒരു ഗ്രന്ഥത്തില് പ്ലാന്റുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ മോർഫോളജി അനുസരിച്ച്, അത് വളരുന്ന സ്ഥലം അനുസരിച്ച്, അതിന്റെ ഫിസിയോളജി അനുസരിച്ചൊക്കെ വളരെ മനോഹരമായി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അപ്പോ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇന്ത്യൻ ട്രഡീഷണൽ ഒരു അഗ്രികൾച്ചറിനെ പറ്റിയ ഒരു ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെയാണ്. ഏറ്റവും ഏൻഷ്യന്റ് അഗ്രികൾച്ചറിന്റെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. അത് പരാശരൻ എഴുതിയ വൃക്ഷായുർവേദാണ്. അത് കേവലം ഒരു അഗ്രികൾച്ചർ ഇതിൽ നിന്ന് മാത്രമല്ല, പ്ലാന്റ് ടാക്സോണമിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. അതിൽ പ്ലാന്റ് ന്യൂട്രീഷൻ, സസ്യത്തിന് വരുന്ന അസുഖങ്ങൾ എന്താണ്, എങ്ങനെയാണ് കൾട്ടിവേഷൻ ചെയ്യേണ്ടത്, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അതിൽ കോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എല്ലാവർക്കും അറിയുന്ന പോലെ വൃക്ഷായുർവേദ ബൈ സുരപാല. ഇതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം. അതിൽ ഏകദേശം 300ഓളം വേഴ്സസിൽ ഒരു ചെടി നടുന്നത് മുതൽ ഒരു ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് വരെ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ വൃക്ഷായുർവേദ ബൈ സുരപാല. അതില് ഒരു സീഡ് എടുക്കുമ്പോൾ നമ്മൾ ആ സീഡ് പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ ആ സീഡിനെ ട്രീറ്റ് ചെയ്യണം, ഭൂമി നിരൂപണം, മണ്ണ് എങ്ങനെ അനാലിസിസ് ചെയ്യണം. ഇത് നോക്കൂ, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പോലും ഇതേപോലുള്ള പല പല ടെക്നിക്കുകൾ നമ്മൾ ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മളൊരു ചെടി അല്ലെങ്കിൽ ഒരു കൾട്ടിവേഷൻ, ഒരു ഫാം ഒക്കെ തുടങ്ങണേക്കാൾ മുന്നേ നമ്മൾ അവിടെ പോയി മണ്ണൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഇത് തന്നെ വളരെ പണ്ട് തന്നെ ഇതൊക്കെ നിലനിന്നിരുന്ന ആ ഒരു രീതികളായിരുന്നു. അപ്പം ഭൂമി നിരൂപണം, പലതരത്തിലുള്ള പ്ലാന്റിംഗ് ടെക്നിക്കുകൾ, ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഹോർട്ടികൾച്ചറിന്റെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറെ ഐഡിയാസ്, ഇതെല്ലാം ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൂടാതെ കുണുപജലം അതാണ് ഏറ്റവും നിങ്ങൾക്കറിയാം
മിക്കവാറും ഇത് കേൾക്കുന്ന പബ്ലിക്കിന് അത്യാവശ്യം കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഈ കുണുപജലത്തെ പറ്റി അറിവുണ്ടാവും. അറിവില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്ലൈഡുകളിൽ നമ്മളത് പറയുന്നുണ്ട് കുണുപജലം എന്താണെന്ന്. കുണുപജലം എന്ന് പറയുമ്പോൾ ഒരു ബയോ ഫെർട്ടിലൈസർ ആണ്. യാതൊരു രാസവളവും കൂടാതെ ജൈവികമായ രീതിയിൽ ഒരു വളം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വളത്തിനെയാണ് നമ്മൾ കുണുപജലം എന്ന് പറയുന്നത്. ആ കുണുപജലം 100% നാച്ചുറൽ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഓർഗാനിക് ഒരു ജൈവ കാർഷിക രീതി തന്നെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുണുപജലത്തിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ഈ വൃക്ഷായുർവേദ ബൈ സുരപാലയിൽ നിന്നാണ്. അതുകൂടാതെ ഇദ്ദേഹവും പരാശര മഹർഷിയെ പോലെ തന്നെ ഇദ്ദേഹവും ഒരു പ്ലാന്റിനെ പറ്റിയും അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചറിനെ പറ്റിയും എല്ലാം അദ്ദേഹവും സൂചിപ്പിച്ചു പോരുന്നുണ്ട്. സുരപാലന്റെ വൃക്ഷായുർവേദത്തില് പല പല അധ്യായങ്ങളാണ് ഇതൊക്കെ. അതിൽ ആദ്യം തന്നെ നോക്കാം, ഭൂമി നിരൂപണമുണ്ട്. ഭൂമിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വർണ്ണനം, ഒരു കാട് എങ്ങനെയാണ് എന്നതിന്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ചൂടേറിയ ഒരു വിഷയമാണ് ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ആ ഒരു കാലഘട്ടം മുതലേ അന്ന് ഇത്രയും എന്തുണ്ടായിട്ടുണ്ടാവില്ല, ഒരു പൊല്യൂഷനോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഫോർസീൻ ചെയ്ത് കണ്ടിട്ട് അതിനെപ്പറ്റി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ പ്രാധാന്യം എന്താണെന്നും ആയുർവേദിക് ബോട്ടണി, അതാണ് പ്ലാൻ മോർഫോളജിയെ പറ്റിയും, പിന്നെ സീഡ് ജെർമിനേഷൻ, എങ്ങനെയൊക്കെ പെട്ടെന്ന് വിത്ത് മുളപ്പിക്കാം, പ്ലാന്റിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, ട്വിഗ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് കമ്പുകൾ മുറിച്ച് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു പ്ലാന്റിന് നറിഷ്മെന്റ് ഏതൊക്കെ രീതിയിൽ കൊടുക്കണം, എങ്ങനെ ഒരു പ്ലാന്റിനെ പെസ്റ്റുകളിൽ നിന്ന്, കൃമികീടങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്താം, ഗാർഡനിങ് എങ്ങനെ ചെയ്യണം, അങ്ങനെ എന്താണ് ഒരുപാട് പല ഒരു എൻഡർ ഒരു കൃഷിയുടെ പല തലങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ വൃക്ഷായുർവേദ ബൈ സുരപാല. ഓക്കെ, അതായത് കേവലം വൃക്ഷായുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആയുർവേദം പറയുന്ന പോലെ തന്നെ എന്താണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ആയുർവേദം അതുപോലെ തന്നെയാണ്. കേവലം ഒരു രോഗ അല്ലെങ്കിൽ രോഗപരിചരണം മാത്രമല്ല, ഒരു മനുഷ്യനെ അവന്റെ ജനനം മുതൽ അവസാനം വരെ അവനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ശൈലികളെ പറ്റിയും അവന് വരുന്ന രോഗങ്ങളെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അംബ്രല കെയർ ആണ് ആയുർവേദം. അതുപോലെ തന്നെയാണ് വൃക്ഷായുർവേദവും. കേവലം ഒരു ചെടി നടലോ ഒരു ചെടിയുടെ അസുഖം മാറ്റലോ അല്ല, ഒരു എൻഡർ പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ ഒരു കൃഷിയെ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന രീതിയിൽ പല തലങ്ങളിലും ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ വൃക്ഷായുർവേദത്തിന്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മണ്ണ് എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ വെള്ളം ഒഴിക്കണം, ഏതൊക്കെ തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, ഒരു ഗാർഡൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഗ്രൗണ്ട് വാട്ടർ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, മഴ പെയ്യുന്ന വെള്ളത്തെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിച്ച് നിർത്താം, ഒരു സീഡിനെ എങ്ങനെ നമ്മൾ സീഡ് പ്രൊക്യൂർ ചെയ്യണം, സീഡിനെ എങ്ങനെ കളക്ട് ചെയ്യണം, കളക്ട് ചെയ്ത സീഡിനെ നമ്മൾ എങ്ങനെ സംരക്ഷിച്ച് വെക്കണം, സംരക്ഷിച്ച് വെച്ച സീഡിനെ എന്ത് പ്രൊസീജിയർ ചെയ്തിട്ട് വേണം മുളപ്പിക്കാൻ എടുക്കാൻ, കുഴി കുഴിക്കേണ്ടത് എങ്ങനെയാണ്, പ്ലാന്റ് നടാനുള്ള കുഴി കുഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തുടങ്ങി പല തലങ്ങള് A to Z അതിന്റെ തലങ്ങളെ എല്ലാം ടച്ച് ചെയ്തിട്ടാണ് വൃക്ഷായുർവേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വൃക്ഷായുർവേദത്തിന്റെ പ്രത്യേകത എന്ന്. ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ് വൃക്ഷായുർവേദം എന്നത്. അത് ഇപ്പൊ നിലവിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോരുന്ന രാസവള പ്രയോഗങ്ങൾ പോലെയോ അങ്ങനെയൊന്നും അല്ല. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതിക്ക് യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലാതെ, എന്നാൽ നമുക്ക് കർഷകന് നല്ല ലാഭത്തിൽ വിളവ് തരാൻ പാകത്തിനുള്ള പ്രാക്ടീസസ് ആണ് കൂടുതലും വൃക്ഷായുർവേദത്തിൽ പിന്തുടർന്നു വരുന്നത്. ഇത് ചെയ്യുക വഴി നമ്മുടെ മണ്ണ് നശിച്ചു പോവല്ല, അതിന്റെ ഫെർട്ടിലിറ്റി കൂടി വരികയുള്ളൂ, നന്നായിട്ട് നമുക്ക് വിളകൾ കൂടുകയും ചെയ്യും. അത് മാത്രമല്ല, നടുന്ന ചെടികൾക്ക് കൂടുതൽ പെട്ടെന്ന് നശിച്ചു പോകാതെ ദീർഘമായ രീതിയിൽ അതിന്റെ നിലനിൽപ്പിനും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഓർഗാനിക് ഫാമിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൂടുതലും വൃക്ഷായുർവേദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ ചെറിയ ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷിലാണ് സ്ലൈഡുകളെല്ലാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിന്റെ അവസാനം ചർച്ച ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തത് ഡിസീസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആയുർവേദത്തില് വാതപിത്ത കഫങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ രോഗത്തെ നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും വാതപിത്ത കഫങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെടികളുടെ രോഗങ്ങളെയും നമ്മൾ നിരീക്ഷിക്കുന്നത്. രണ്ട് രീതിയിലാണ് ചെടികൾക്ക് അസുഖം വരാന്നാ പറയണത്. അതിൽ ശാരീരികമായിട്ടും അതിന് രണ്ട് രീതിയിൽ നമ്മൾ, അതായത് രോഗം, വ്യാധിയെ, ചെടികളിൽ വരുന്ന അസുഖങ്ങളെ രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്: ശാരീരികവും ആഗന്തുജവും. ശാരീരികം എന്ന് പറയുന്നത് വാതപിത്ത കഫങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ ദോഷങ്ങൾ കോപിക്കുമ്പോൾ, അതായത് ആ ചെടിയിലെ വാതദോഷം കോപിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗങ്ങള്, പിത്തദോഷം കോപിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗങ്ങള്, കഫദോഷം കോപിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗങ്ങള്, ഈ രോഗങ്ങളെല്ലാം കൂടി നമ്മൾ പറയുന്നത് ശാരീരിക രോഗങ്ങൾ എന്നാണ്. ഇനി ആഗന്തുജ രോഗങ്ങളുണ്ട്. അതായത് ഒരു വണ്ട് വന്ന് ഇരിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ ലാർവ വന്നിരിക്കുക, അങ്ങനെ ഇല ചുരുളൻ പുഴു വന്നിരിക്കുക, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ കൊമ്പൻ ചെല്ലി വരിക, അങ്ങനെ പല പല ഇൻസെക്ട്സ്, പെസ്റ്റുകൾ വഴി വരികയോ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം കൊണ്ട് വരുന്ന അസുഖങ്ങൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ആഗന്തുജ അസുഖങ്ങൾ എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലാണ് ചെടികളിലുള്ള രോഗത്തെ വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലെ വാതജ വ്യാധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗട്ട്ഫുൾ ആണ്, എങ്ങനെയാണ് വാദം കൊണ്ടുള്ള വ്യാധികളെ ചെടികളിൽ മനസ്സിലാക്കാന്ന്. വാദം കൊണ്ടുള്ള രോഗങ്ങൾ മിക്കവാറും വരാൻ ചാൻസ് കൂടുതല് ആ ചെടി നിൽക്കുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ, നമുക്കറിയാം ആ മണ്ണിൽ നിന്നാണ് ആ ചെടി അതിന്റെ ഊർജ്ജമെല്ലാം വലിച്ചെടുക്കുന്നത്. ആ മണ്ണിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര ചൂടുള്ള എന്തെങ്കിലും വെള്ളം ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഷായങ്ങൾ കലക്കി ഒഴിക്കോ, അല്ലെങ്കിൽ അതിന് പരിസരത്ത് നിൽക്കുന്ന ഇലകൾ, മരങ്ങളുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ആ ഇലകൾക്ക് കഷായ രസോ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, ഭയങ്കര ഒരു കടുരസ പ്രധാനമൊക്കെ ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് സൈഡിൽ നിൽക്കുന്നത്, അതിന്റെയൊക്കെ ഇല വന്ന് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ ആ മണ്ണിന് പൊതുവേ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങള് അതിന്റെ തടി ഉണ്ടല്ലോ, ആ തടി വളരെ തിന്നായി പോവുകയോ അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഭയങ്കര ക്രുക്കഡായിട്ട്, ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള വളഞ്ഞ് പൊളഞ്ഞൊക്കെ ഇരിക്കുന്ന പോലത്തെയുള്ള ചെടികൾ ഉണ്ടായി വരും. അല്ലെങ്കിൽ എന്താണ്, രണ്ടാമത്തെ പടം കണ്ടോ, ഒരു വലിയ നോട്ട് നമ്മൾ മിക്കവാറും കാണാറുണ്ട്. ചില മരങ്ങളൊക്കെ ഒന്ന് പതിയെ പൊങ്ങി വരുമ്പോഴത്തേക്കും ഒരു വലിയൊരു മുഴ വന്ന അവിടെ അതിന്റെ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവും. പിന്നെ മുകളിലേക്ക് പോകുന്നത് ചിലപ്പോൾ വളരെ നേരിയ ഒരു നാമ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആയി പോകുന്ന രീതിയിൽ നോട്ടുകളൊക്കെ വരികയാണ്, ഇലകൾ ഇങ്ങനെ ചുരുണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം വാതജ വ്യാധിയാണ്, അത് വാദം കൊണ്ടുണ്ടാവുന്ന രോഗമാണ് അത്. ചില മരങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട് കളക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ തോടിന് ഭയങ്കര കട്ടിയായിരിക്കും, അകത്ത് എന്തുണ്ടാവില്ല, ഒട്ടും ഒരു ജ്യൂസ് ഒന്നും കിട്ടാതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫ്രൂട്ട് ആയിരിക്കും, തീരെ മധുരം ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മൾ പേരക്കൊക്കെ കടിച്ചു നോക്കുമ്പോൾ എന്താണ്, അകത്തൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കട്ടിയായിരിക്കും കടിച്ചു നോക്കുമ്പോൾ. പേരൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് വാതജ വ്യാധി കൊണ്ട് ഉണ്ടാവുന്നതാണ് വൃക്ഷായുർവേദത്തിൽ പറയുന്നത്. അതിന് പറയുന്ന ഒരു മാർഗം എന്താണ്, അത് എങ്ങനെ മാറ്റാം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്ഷായുർവേദത്തിൽ എഴുതിയിരിക്കുന്നത് കുണുപജലം തളിച്ചു കൊടുക്കുക. അപ്പൊ കുണുപജലത്തിന്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട് നമ്മള്. കുണുപജലം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാന്നാണ് പറയുന്നത്. കുണുപജലം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗം മാറും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മാംസം കഴുകിയ വെള്ളം, അല്ലെങ്കിൽ മാംസമേധസ്, കൊഴുപ്പുള്ള വെള്ളങ്ങൾ, കൊഴുപ്പ് നമ്മള് വാഷ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫാറ്റ് ഉണ്ടല്ലോ, ആ കൊഴുപ്പ്, മാംസമൊക്കെ വാഷ് ചെയ്ത് കിട്ടുമ്പോൾ ആ മാംസം കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ അഫക്റ്റഡ് ട്രീയിൽ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖം മാറിക്കോളും എന്നാണ് നമ്മുടെ വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പിത്തജ വ്യാധിയിൽ പറയുന്നത് നമ്മൾ ഒരുപാട് ചെടികൾക്ക് എങ്ങനെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ്, വളരെ പുളിയുള്ള, ഇപ്പൊ നമ്മളെ അടുക്കള ഭാഗത്തൊക്കെ നിൽക്കുന്ന ചെടികളിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ സാമ്പാറിനൊക്കെ പുളി വീഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെടിയുടെ കടയിലേക്കല്ലേ ഒഴിച്ചു കൊടുക്കുക. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വേപ്പിന്റെ കടയിലേക്ക് നമ്മൾ ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് ഏതെങ്കിലും ഒരു മരത്തിന്റെ അടിയിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് അതിന്റെ ഇലകള് ചില മഞ്ഞ കളറിൽ വരികയോ, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചെടികളിൽ കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവാം. അപ്പം വളരെ ഉപ്പ് രസം കലർന്ന മണ്ണിലോ അല്ലെങ്കിൽ പുളിയുള്ള സാധനങ്ങൾ കലക്കി ഒഴിക്കുക വഴിയോ, അല്ലെങ്കിൽ മണ്ണിന് പൊതുവേ ഒരു പുളിരസം വരിക, അല്ലെങ്കിൽ ഒരു കടുരസം വരിക, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ആ മണ്ണിൽ നിന്ന് വളരുന്ന ചെടികൾക്ക് പിത്തജ വ്യാധി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇലയ്ക്ക് മഞ്ഞ കളറായി വരിക,
മൂപ്പ് എത്തുന്നേക്കാളും മുന്നേ തന്നെ കായ്കളെല്ലാം വീണു പോവുക, പെട്ടെന്ന് ഇലകളെല്ലാം ചുരുണ്ട് ഉണങ്ങി ഇലയും പൂക്കളും കായ്കളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടർന്ന് വീഴുക. അൺടൈംലി ഫോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഴേണ്ട സമയത്തല്ല വീഴണ, അതിന് മുന്നേ കൊഴിഞ്ഞു വീഴുക. ഇതെല്ലാം പിത്തജ വ്യാധി കൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതില് എന്താ ചെയ്യുക, പിത്തത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ശീതമധുരദ്രവ്യങ്ങളെ കൊടുക്കുക. എന്താണ് യഷ്ടിമധു പോലുള്ള ഇരട്ടി മധുരത്തിന്റെ കഷായം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. അതാണ് മധുയഷ്ട്യാദി കഷായം എന്ന് പറയുന്നത്. മധുയഷ്ട്യാദി കഷായം എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം ചേർന്ന ഒരു കഷായമാണ്. അതൊഴിക്കാം. പാലൊഴിക്കാം. പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ക്ഷീരോദകം കലക്കി നമുക്ക് മണ്ണിൽ ഒഴിക്കാം. ആ ചെടിയുടെ ചുറ്റും ഒഴിക്കാം. മധു, തേൻ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. യഷ്ടിമധു പ്ലസ് യഷ്ടിമധു ഇലിപ്പയും കൂടി കൂട്ടിയിട്ട് നമുക്ക് കഷായം വെച്ച് അത് ഒഴിക്കാം. ഇങ്ങനെയുള്ള മധുരരസ പ്രയോഗങ്ങളാണ് എപ്പോഴും പിത്തജ വികാരത്തിന് പറയുന്നത്. ഇനി കവചവ്യാധി ആണെങ്കിൽ നമ്മള് ഇനി കൂടുതൽ മധുരരസ പ്രയോഗങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരാനുള്ള ചാൻസ്, കവചവ്യാധി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തില് എത്ര നാൾ കഴിഞ്ഞാലും എന്തുണ്ടാവില്ല, കായ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല ഇലകളെല്ലാം ഭയങ്കര പേലായിട്ടിരിക്കുക, ഒട്ടും പൊക്കം വെക്കാതെ എന്താണ് മരം അങ്ങനെ തന്നെ ഒട്ടും പൊക്കം വെക്കാതെ പോവുക. അതേപോലെ ഇലകൾ ചുരുണ്ട് ഇതായി പോവുക. ഫ്രൂട്ടുകള് കുഞ്ഞിലേ തന്നെ ഒന്ന് ഉണ്ടായി തുടങ്ങുമ്പോ തന്നെ മൊത്തം പൊഴിഞ്ഞു വീഴുക, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം കവചവ്യാധി കൊണ്ട് വരണതാന്നാ പറയണത്. അതിന് നമ്മൾ പഞ്ചമൂലക്വാദങ്ങള് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടാതെ കഷായ രസം, കടുരസം, തീക്ഷ്ണ രസമുള്ള ദ്രവ്യങ്ങള് കഷായം വെച്ച് ഒഴിക്കുക. പിന്നെ വെള്ളക്കടുക്, അതായത് ആ വെളുത്ത കടുകിന്റെ പുറന്തോല് കളഞ്ഞിട്ടുള്ള സർഷപം, ആ കൽക്കം കലക്കിയിട്ട് നമുക്ക് അതിന്റെ റൂട്ടിലെല്ലാം അപ്ലൈ ചെയ്തു, ആ മരത്തിന്റെ റൂട്ടിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ എള്ള് കരിച്ച് കിട്ടുന്ന ആ ഭസ്മം ഉണ്ടല്ലോ, ആ ഭസ്മം വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചെടിക്ക് ചുറ്റിലും ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് കവചവ്യാധികൾക്ക് എന്താണ് റെമഡി ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് പെസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന്. പെസ്റ്റ് കൺട്രോൾ ഇപ്പം ഒരു ട്രീയില് പെട്ടെന്ന് ക്രിമികൾ എന്തെങ്കിലും ഒരു പെസ്റ്റ് വന്ന് അടിയുവാണെങ്കിൽ പറയുന്നത് 7 ദിവസത്തേക്ക് തണുത്ത വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാന്ന വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റൂട്ടിലും സ്റ്റെമ്മിലും ബ്രാഞ്ചസിലെല്ലാം തണുത്ത വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക 7 ദിവസത്തേക്ക്. അതിനുശേഷം കടുക്, വയമ്പ്, കുഷ്ഠം, പിന്നെ അതിവിടയം സിദ്ധാർത്ഥ എന്ന് എഴുതിയിരിക്കുന്ന കടുകിനെയാണ്. കടുക്, വയമ്പ്, കൊട്ടം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കൊട്ടം. അതിവിടയം അങ്ങനെ കിട്ടാനില്ല. അതിവിടയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുത്തങ്ങ എടുത്താലും മതി. അപ്പൊ കടുക്, വയമ്പ്, കൊട്ടം, മുത്തങ്ങ, അതിവിടയം കിട്ടാനെന്നുള്ള മുത്തങ്ങ എടുക്കാം. ഇതെല്ലാം കൂടി അരച്ച് ഒരു ലേപം പോലെ ആക്കിയിട്ട് ആ ലേപം ഇതിന്റെ എവിടെയാണോ ആ പെസ്റ്റ് വന്നിരിക്കുന്നത് അവിടെ നമുക്ക് തേച്ചു കൊടുക്കാം. ആ തേച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതേ സാധനം കൊണ്ട് തന്നെ വയമ്പ്, വിടങ്കം, വിഴാലരി വാങ്ങാൻ കിട്ടും നമുക്ക്. കായം, ഊഷണ എന്ന് പറയുന്നത് നമ്മുടെ തിപ്പലിനെയാണ്. തിപ്പലി, പിന്നെ ഗോമാംസാമ്പു എന്ന് പറയുന്നത് മാംസം കഴുകി എടുത്തതിന്റെ ആ ഒരു എസൻസ് ആണ്, അതെടുക്കുക. പിന്നെ കബോധ മാംസം എന്നൊക്കെ പറയേണ്ടത് പണ്ട് കാലത്ത് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഈ അതായത് ആ സമയത്ത് പ്രാവിന്റെ മാംസമൊക്കെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. വല്ലാതകം, ചേരിന്റെ കുരുവാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പുകയ്ക്കാനാണ് പറയുന്നത്. ഈ പുകയ്ക്കുന്ന ഈ ഒരു ചെടികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് കൂടുതലും ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളതാണ്. അത് ക്രിമിഹര പ്രോപ്പർട്ടി, ക്രിമികളെ കൊല്ലാനായിട്ട് ശക്തിയുള്ള ഒരു ചെടികളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പൊ ഇത് പുകച്ചു കഴിഞ്ഞാല് വരുന്ന ആ പുകയ്ക്ക് തന്നെ എന്തിന്റെ ആക്ടിവിറ്റി ഉണ്ടെന്നാ പറയണേ, ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ ക്രിമികളെ നശിപ്പിക്കാം. ക്രിമികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചെടിയിൽ വന്നിട്ടുള്ള പ്രാണികളെയാണ്. എങ്ങനെ പ്രാണികളെ ഓടിക്കാം എന്നാണ് ഇതിൽ വൃക്ഷായുർവേദത്തിൽ പറയുന്നത്. പിന്നെ അടുത്തത് ബ്രോക്കൺ ട്രീ, ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ കമ്പ് ഒടിഞ്ഞ് വീഴാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചതിനെ അതേപോലെ ആ ബ്രോക്കൺ പാർട്ടിനെ അതേപോലെ എടുത്തിട്ട് നല്ല ധാന്യവൃന്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വൈക്കോലുണ്ടല്ലോ, വൈക്കോലിനെ ആട്ടോ. ഇത് എല്ലാരും ഇപ്പം നമ്മൾ ഇത് കേൾക്കുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര അൾട്രാ മോഡേൺ വേൾഡിൽ ഇരുന്നാണ് ഇത് കേൾക്കുന്നത്. പക്ഷെ എല്ലാരും ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് എഴുതിയിരിക്കുന്നത് ഒരു 5000 വർഷങ്ങൾക്ക് മുൻപേക്ക് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ്
ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മിക്കവാറും ആ കാലഘട്ടത്തിൽ അവർക്ക് അവൈലബിൾ ആയിരുന്ന കാര്യങ്ങൾ. അന്ന് അവർക്ക് എന്താണ് പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ പ്ലാസ്റ്റിക് കയറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് അവർക്ക് അവൈലബിൾ ആയിരുന്ന സാധനം വെച്ചിട്ടായിരുന്നു അവർ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ധാന്യവൃന്ദം എന്ന് പറയുന്നത് വൈക്കോലൊക്കെയാണ്. അപ്പൊ ഈ ഒടിഞ്ഞുപോയ മരത്തിനെ തിരിച്ചെടുത്തിട്ട് വൈക്കോല ആദ്യം വെച്ചിട്ട് പിന്നെ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ്, തേൻ, ഉദുംബരം എന്ന് പറയുന്നത് നമ്മുടെ അത്തിയാണ്, അത്തി, പിന്നെ പ്ലക്ഷ എന്ന് പറയുന്നത് ഇത്തിയാണ്, അത്തി ഇത്തി, അതായത് നാൽപ്പാമരങ്ങളിലുള്ള അത്തി ഇത്തി. ഈ അത്തിയും ഇത്തിയും എടുത്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യാ, നമ്മുടെ നെയ്യും തേനും കൂടി ചേർത്ത് അരച്ച് ഒരു നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ പേസ്റ്റ് ഇവിടെ വെച്ച് എന്ത് ചെയ്യുക, ലേപം ചെയ്യുക. ലേപം ചെയ്തിട്ട് ലേപം ചെയ്യാന്ന് പറഞ്ഞാൽ പുറമെ പെരട്ടി കൊടുക്കുക. എന്നിട്ട് മാഹിഷ ക്ഷീരം ഒഴിച്ചു കൊടുക്കാന്നാ പറയണത്. ഓക്കെ, എന്താണ് എരുമ പാലെടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാന്നാ പറയണേ. അത് ചെടി കൊമ്പ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ്, ബ്രാഞ്ചസ് അങ്ങനെ തന്നെ മറിഞ്ഞ്, അതായത് മൊത്തത്തില് ആ ബ്രാഞ്ച് മറിഞ്ഞു പോയി നമുക്കിനി അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ അവിടെ എന്ത് തേക്കാനാ പറഞ്ഞിരിക്കുന്നത്? മധുഘൃതം എടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ. ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ തേൻ, നെയ്യ്, പാല്, ഒരുപാട് പല സ്ഥലങ്ങളിലും ഈ തേൻ, നെയ്യ്, പാല് അത് അത്രയും ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള മീഡിയ ആണ് അത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് തേൻ, നെയ്യ്, പാലിന്റെ ഉപയോഗങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഒരു ബ്രാഞ്ച് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ തേനും നെയ്യും കൂടി തേച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് ക്ഷാളനം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില സമയത്ത് മരങ്ങൾ തീ വെച്ച് നശിക്കുകയാണെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആ പാട്ട് അപ്പൊ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാന്ന് പറയണേ. ചിലപ്പോ നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ഏതെങ്കിലും തെങ്ങിന്റെ ചോട്ടി കൊണ്ടുവന്നായിരിക്കും നമ്മൾ കൂന കൂട്ടിയിട്ട് കത്തിക്കുക. അപ്പൊ ആ തെങ്ങിന് എന്താണ് തീ പിടിച്ചിട്ട് തീ കത്തി എന്തെങ്കിലും തെങ്ങിന്റെ ആ റൂട്ടിന്റെ ഭാഗത്തൊക്കെ തീ കത്തിയിട്ട് ഒരു വാട്ടം വരികയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത്, ക്ഷീരോദകം എന്നാ പറയാ, പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം താമരയുടെ പേസ്റ്റ് എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യാന്ന്, ലേപം ചെയ്യാം, കുണുപജലം ഒഴിക്കാന്ന് പറയുന്നത്. ഇത് താമരയുടെ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും പാലും വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പാലും വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുണുപജലം ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ഒരു ചെടി നമ്മൾ നട്ടിട്ട് ഒരുപാട് നാളായിട്ടും കായ്കനികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ചെടിയില് കായ്കനികൾ വരാൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ ഭാഗത്തെ, ആ ചെടി നിൽക്കുന്ന ആ ഭാഗത്തെ മണ്ണ് അങ്ങനെ തന്നെ നീക്കം ചെയ്യാന്നാ പറയാം. അതായത് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് ഒരു വൃക്ഷം കായ്ഫലങ്ങൾ തന്നില്ലെങ്കിൽ അതിനർത്ഥം അതിന്റെ മണ്ണ് അതിന് എന്താണ് ഫെർട്ടൈൽ ആവാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യാ, ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തിട്ട് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള വളക്കൂറുള്ള മണ്ണ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പാലും വെള്ളം, ഇത് തന്നെയാണ് പാലും വെള്ളം എപ്പോഴും വരുന്ന ഒരു ഇതാണ്, ന്യൂട്രിറ്റീവ് മീഡിയ ആയിട്ട് വരുന്നതാണ്, ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണ്, നമ്മുടെ ബാർലി, എള്ള്, ഉഴുന്ന്, മുതിര, ചെറുപയർ എന്ന് ആലോചിച്ച് നോക്ക്. നല്ല പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണത്. ബാർലി, എള്ളിലാണെങ്കിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള ഇതാണ്. എന്താണ്, ഈ പറഞ്ഞ പോലെ വളരെ മൈക്രോ എലമെന്റ്സ് വരെ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ എള്ള്. അപ്പൊ എള്ള്, ഉഴുന്ന്, മുതിര ഇതെല്ലാം കൂടി അരച്ച് വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് തളിച്ചു കൊടുക്കുക എന്നാ പറയണേ. അപ്പം വീണ്ടും മണ്ണ് വളമുള്ളതായിട്ട് കായ്ഫലങ്ങൾ തരും എന്നാ പറയുന്നേ. പിന്നെ അത് കൂടാതെ നിത്യോപചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട് കയറിയാൽ തന്നെയാണ് പറയാ. അതല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ട്, ഈ കൂടോത്രം പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് അയൽപ്പക്കക്കാരുടെ വീട്ടിൽ നല്ല വലിയൊരു ഒരു പ്ലാവ് ഒരുപാട് ചക്കകളൊക്കെ ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തിയിട്ട് അതിനെ കരിച്ചു കളയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതിനെ നിത്യോപചാരങ്ങൾ എന്ന് പറയും. അത് മാറ്റാൻ വേണ്ടിയിട്ട് വിഴാലരി ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആന്റി മൈക്രോബിയൽ ഒക്കെ ആയിട്ട് പറയുന്ന ഒരു ചെടിയാണ്, ഒരു സീഡാണത്. അപ്പൊ വിഴാലരി അരച്ച് മണ്ണ് ചേർത്തിട്ട് അത് എന്താണ്, ആ മരത്തിന് അതിന്റെ റൂട്ടിന്റെ ഭാഗത്ത് തേച്ചിട്ട് പാല് തളിച്ചു കൊടുക്കാനാണ് അത് പറയുന്നത്. പിന്നെ അത് കൂടാതെ പാണ്ഡു എന്ന് പറയുന്നത് അനീമിയാണ്. അതായത് ഇലയൊക്കെ മഞ്ഞച്ചു പോകുന്ന അവസ്ഥയില് ഗോതമ്പും തേനും പാലും പിന്നെ യവം അതായത് ബാർലി ഇതെല്ലാം കൂടി അരച്ച് ഒരു സൊല്യൂഷൻ, ഒരു ലായനി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനാ പറയുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്. പിന്നെ അത് കൂടാതെ
ഈ പറഞ്ഞ പോലെ ഇൻസെക്റ്റുകൾ ഒരുപാട് ആക്രമിക്കുകയാണ്, ഇൻസെക്റ്റിന്റെ ഒരുപാട് ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ വൃക്ഷായുർവേദത്തിൽ പറയുന്നുണ്ട്. ഉങ്ങ്, കണിക്കൊന്ന, പിന്നെ നമ്മുടെ ആര്യവേപ്പ്, ഏഴിലംപാല, ഇതിന്റെ എല്ലാം തൊലി എടുത്തിട്ട് അരച്ച് നമ്മുടെ മുത്തങ്ങയും വിടങ്കവും വിടാലരിയും കൂടി ചേർത്ത് അരച്ചിട്ട് തേക്കുവാണെങ്കിൽ എന്താണ് അതൊരു ക്രിമിഹര ലേപം എന്നാ പറയണേ. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, ഉങ്ങുണ്ട്, കണിക്കൊന്ന, നമ്മുടെ ആര്യവേപ്പ്, ഏഴിലംപാല, ഇതിന്റെ എല്ലാം ഏഴിലംപാല, മുത്തങ്ങ, പിന്നെ വിഴാലരി, ഇതെല്ലാം എടുത്ത് ആദ്യം പറഞ്ഞതെല്ലാം ആ മരങ്ങളുടെ എല്ലാം നമ്മൾ എടുക്കുന്ന സ്റ്റെംബാർക്കാണ് കേട്ടോ, തൊലി എടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ട് ലേപം, മൂത്രം ചേർത്ത് ഗോമൂത്രമാണ് ചേർക്കുക, ഗോമൂത്രം ചേർത്ത് ലേപമാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാല് കൃമിശല്യത്തിൽ നിന്ന് ഒഴിവായി കിട്ടുന്ന പറയണേ. അപ്പൊ ഇത് ലേപം എന്ന് മാത്രം ആക്കണ്ട, നമുക്ക് ഇതൊരു വെള്ളം പോലെ ആക്കിയിട്ട് തളിച്ചു കൊടുത്താലും അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും എല്ലാം നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ അത് കൂടാതെ തിലാതി ലേപം, ഇതും ഒരു ലേപം തേച്ചു കൊടുക്കാന്നാ പറയണേ. പക്ഷെ ഇതും നമുക്ക് എന്താക്കി മാറ്റാം, സ്പ്രേ പോലെയൊക്കെ ആക്കി മാറ്റിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ലേബാണ് അത്, തിലാതി ലേപം. അതിന്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് തില ഒരു 250 ഗ്രാം, ഒരു 1/4 കിലോ എള്ളെടുക്കുക, തിലം എന്ന് പറഞ്ഞാൽ എള്ള് കേട്ടോ, എള്ളെടുക്കുക, പിന്നെ വിടങ്കം വിഴാലരി എടുക്കുക, അതും ഒരു 1/4 കിലോ, അതിന്റെ കൂടെ ഒരു 300 ml തേനും കൂടി ചേർത്തിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കുക, എന്നിട്ട് അത് തേച്ചു കൊടുക്കാനാ പറയണേ. അപ്പൊ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താലും നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് പുകയ്ക്കാനുള്ള ഒരു സാധനമാണ്. അതായത് വീണ്ടും ഇതേപോലെ എന്തെങ്കിലും കൃമികൾ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും അസുഖം വരികയൊക്കെയാണ്, ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല, റിട്ടാർഡഡ് ആയിട്ട് മുരടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുകച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ഒരു മരം നിൽക്കുകയാണെങ്കിൽ ഒരു ചട്ടിയില് ഈ പുകയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിന്റെ അടിയിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ആ പുക ഈ ഇതിന്റെ അകത്തേക്ക് ചെടിയിലേക്കും ഇലകളിലേക്കൊക്കെ എത്തിക്കോളൂല്ലോ. അപ്പം അതിന് വേണ്ട ഒരു കോമ്പിനേഷൻ ആണ്. വേണമെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ലൈഡിലുള്ള ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടും, അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വീണ്ടും ഇങ്ങനെ ഒന്ന് പറയണ്ടല്ലോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ത്രിഫല എന്ന് പറയുന്നത് നമ്മുടെ താന്നിക്ക, നെല്ലിക്ക, കടുക്ക, ഈ ത്രിഫലകളാണ്. പിന്നെ വയമ്പ്, കൊട്ടം, വീഴാലരി, കടുക്, തിപ്പലി, മുത്തങ്ങ, ഗുഗ്ഗുലു, വെളുത്തുള്ളി, പിന്നെ വാഴയില, കരിഞ്ഞ വാഴയില, ആടിന്റെ കാട്ടം, പിന്നെ നമ്മുടെ ആര്യവേപ്പിന്റെ ഇല ഉണക്കിയത്, നെയ്യ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് കത്തിക്കാനാണ് പറയണത്. ധൂപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയ്ക്കാന്നാണ് പറയണേ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതൊക്കെയാണ് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കുറച്ച് മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇത് വളരെ ചുരുക്കമുള്ളൂ. ഇതല്ലാതെ വേറെയും ധാരാളം ഉണ്ട്. ഇനി അടുത്തത് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതായത് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുണുപജലം. ഓക്കെ. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ ഹിസ്റ്ററിയിൽ ഏറ്റവും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. അതായത് ഇതേപോലുള്ള ഒരു കണ്ടുപിടുത്തം വേറെ എവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു ഫെർമെന്റഡ് ലിക്വിഡ് ആണ്. ഒരു ഫെർമെന്റ് ചെയ്യപ്പെടുത്ത ഓർഗാനിക് വേസ്റ്റുകളിൽ നിന്ന്, ഈ മാംസത്തിൽ നിന്നും എല്ലുകളിൽ നിന്നൊക്കെ ഫെർമെന്റ് ഒക്കെ ചെയ്ത് അതിനുശേഷം ഒരു പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു മാനുവറാണ്, ഒരു വളമാണ് നമ്മുടെ കുണുപജലം. അത് നമ്മുടെ വേൾഡിലെ തന്നെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. അതും വൃക്ഷായുർവേദത്തിലാണ്, നമ്മുടെ സുരപാലിന്റെ വൃക്ഷായുർവേദത്തിലാണ് അതിന്റെ റെഫറൻസ് കിടക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അതിനുപയോഗിക്കുന്നത് കുണുപം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്തിനാണെന്ന് അറിയാമോ, ശവത്തിനെയാണ്. അതായത് ഡെഡ് ബോഡീസിന്. അത് ഹ്യൂമൻ ഡെഡ് ബോഡി മാത്രമല്ല, അനിമൽ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കുണുപം എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. ചീഞ്ഞളിയുന്നതിനെയാണ് കുണുപം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചീഞ്ഞളിയണ സാധനത്തിന് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജലം ആയതുകൊണ്ട് ഇതിന് കുണുപജലം എന്ന് പേര് കൊടുത്തു. അത് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഒന്ന് ചെയ്യണത് മറ്റൊന്നിന് വളം എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ ഒരു പഴഞ്ചൊല്ലിന്റെ കൺസെപ്റ്റ് അതെന്നായിരിക്കാം മേ ബി ഈ കുണുപജലം എന്നുള്ളൊരു ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പം മാംസവും ഫാറ്റും പിന്നെ ബോൺമാരോ, എല്ലുകളും, അനിമൽസിന്റെയും ഫിഷിന്റെയും ഒക്കെ എടുത്തിട്ട് എല്ലുകളും, പിന്നെ അത് കൂടാതെ ഉഴുന്ന്, മാഷം, അതുമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ഇതെല്ലാം കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതൊരു വെസലിലേക്ക് മാറ്റി വെക്കും. അതിനുശേഷം അതിലേക്ക് പാലൊഴിക്കും,
പിന്നെ നമ്മുടെ എള്ള് പൊടിച്ച് വെച്ചത് അതിടും. അതിന്റെ കൂടെ ഹണി, തേൻ ചേർക്കും, ചെറുപയറിടും. അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ആ മിക്സ്ചറിനെ ഒരു 15 ദിവസത്തേക്ക് സൺലൈറ്റ് കൊള്ളിക്കുന്ന രീതിയിൽ നല്ല ഹോട്ട് ആയിട്ടുള്ള ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാൻ പറ്റുള്ള എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. അപ്പൊ ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെയ്തെടുത്ത് ഫെർമെന്റഡ് ആക്കി എടുക്കുന്ന അതിനാണ് കുണുപജലം എന്ന് പറയാം. അപ്പം ഇതിന് നമ്മള് ഇത് എത്രയാണ് ഈ ഇൻഗ്രീഡിയൻസ്, എത്ര ബോൺമാരോ ചേർക്കണം, അല്ലെങ്കിൽ എത്ര ഉഴുന്ന് എത്ര ചേർക്കണം, അങ്ങനെ അല്ലെങ്കിൽ അതൊന്നും എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഇന്ന പോലെയൊന്നും എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ 2017 ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട് ഇതിനെ പറ്റി. അതിൽ അവർ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രകാരമാണ് ഞാനിപ്പോ ഇതിൽ പറയുന്നത്. അത് നമ്മൾ സാധാരണ കുണുപജലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഷ് അല്ലെങ്കിൽ മട്ടൺ ആണ് സാധാരണ യൂസ് ചെയ്യാറ്. ഒരു 3 കിലോ എടുക്കും. അതിലേക്ക് ഒരു 12 ലിറ്റർ തിളപ്പിച്ച വെള്ളം ചേർക്കും. തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ആ മീറ്റ് ജ്യൂസ് ഒരു 6 ലിറ്റർ ആക്കണ പോലെ നമ്മൾ വറ്റിച്ചെടുക്കും. അതിനുശേഷം അതിനെ തണുപ്പിച്ചതിന് ശേഷം ആ 6 ലിറ്റർ ജ്യൂസ് ഉണ്ടല്ലോ, അതിനെ 3 ബാച്ചാക്കി, 3 ഈക്വൽ ബാച്ചാക്കി നമ്മൾ തിരിക്കും. 2 പോലെ 3 ഈക്വൽ ബാച്ചാക്കി തിരിക്കും. അത് തിരിക്കും. അതിലേക്ക് അത് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോർസലൈൻ ജാർസ് ഉപയോഗിക്കാം. അത് ഈ ജ്യൂസ് ഒഴിക്കുന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ പുകച്ച് ഒരു ആന്റിമൈക്രോബിയൽ ഇതൊക്കെ നടത്തിയതിനു ശേഷം വേണം ആ ജാറ് വെക്കാൻ. പുകയ്ക്കുന്നത് ഗുഗുലു, കുരുമുളക്, ജടാമാഞ്ചി, നമുക്ക് ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ ഇട്ടിട്ട് വേണം പുകച്ച് വേറെ ഫംഗസോ അല്ലെങ്കിൽ അണുബാധയോ ഒന്നും ഇല്ലാന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ 2 ലിറ്റർ മീറ്റ് ജ്യൂസും 2 ലിറ്റർ പാലും പിന്നെ ഒരു 833 ഗ്രാം തേനും 167 ഗ്രാം എള്ളും ഉഴുന്നും കൂടി ആഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ജാറ് നന്നായിട്ട് സീൽ ചെയ്ത് മണ്ണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സീൽ ചെയ്ത് വെക്കും. അത് അതിന്റെ അകത്ത് അനറോബിക് ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്, ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. 15 ദിവസത്തിന് ശേഷം എടുത്തിട്ട് അത് ഫിൽട്ടർ ചെയ്ത് ആ ജ്യൂസാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കുണുപജലം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു മെത്തേഡ് മാത്രമാണ് വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലിനിക്കൽ സ്റ്റഡി അല്ല, ഒരു ഇന്റർനാഷണൽ സ്റ്റഡിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു എന്താണ് ഇൻഫർമേഷൻ ആണിത്. അപ്പൊ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ഒരു പോഷണവടി എന്ന് പറഞ്ഞൊരു ഒരു ഫോർമുലേഷൻ ഉണ്ട്. അത് ചെടികൾക്ക് കൂടുതൽ നറിഷ്മെന്റ് വരാൻ വേണ്ടിയിട്ടും ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോർമുലേഷൻ ആണത്. അതിലും ഇരട്ടി മധുരം, ഇലിപ്പയുടെ പൂവ്, കൊട്ടം, വീടാലരി, കടുക്, എള്ള്, പിന്നെ നമ്മുടെ കൊപ്ര, ശർക്കര ഇതെല്ലാം ചേർത്തിട്ട് തേനും നെയ്യും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫോർമുലേഷൻ ആണ്. ഇതും ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇൻഫെക്ഷൻ എല്ലാം ഒഴിവാകാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. അതിനാണ് പോഷണവടി എന്ന് പറയാം. പിന്നെ അത് കൂടാതെ വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് പഞ്ചഗവ്യം. പഞ്ചഗവ്യം നമ്മൾ ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നതാണ്. വൃക്ഷായുർവേദത്തിൽ പഞ്ചഗവ്യം ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണിത്. ഗോമൂത്രം ഉണ്ട്, അത് 24 മണിക്കൂറിന്റെ മുന്നേ കളക്ട് ചെയ്തിരിക്കുന്ന ഗോമൂത്രം ഒരു 300 ml എടുക്കുക. ചാണകം, പാല്, തൈര്, പിന്നെന്താണ് നമ്മുടെ നെയ്യ്, ഇതെല്ലാം കൂടി ആ പറഞ്ഞ അളവിലെല്ലാം എടുത്ത് അതിന്റെ കൂടെ വാഴപ്പഴം, കരിക്ക്, ശർക്കര ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫോർമുലേഷൻ ആണ് പഞ്ചഗവ്യം. അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് ഈ സ്ലൈഡിലുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് ഈ മെത്തേഡ് വഴി മെത്തേഡിലാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ ചെടികളിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അത് കൂടാതെ വേറെയും ചില ഒരു മിനിറ്റ്, സോറി. അതുകൂടാതെ വേറെ ചില ചെറിയ പോയിന്റ്സുകൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഒരു ചെറിയ ചെടി നടുകയാണ്, അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കേണ്ടത് മീനും മാംസവും അതിന്റെ കൂടെ എള്ളും കൂടി ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ട വെള്ളം എടുത്തിട്ട് അത് തണുപ്പിച്ചിട്ട് ആ തണുത്ത വെള്ളം തണുത്ത ആ മിക്സ്ചർ 7 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ നമ്മളെ അതായത്
ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നട്ട ചെടികളൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് നന്നായിട്ട് വളർന്നു വരാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോമ്പിനേഷൻ ആണത്. മീനും മാംസവും എള്ളും കൂടി തിളപ്പിച്ച ഇത്. ഇനി തെങ്ങിൽ ഒഴിക്കാൻ വേണ്ടി, പ്ലാവിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്, വാഴയിൽ ഒഴിക്കാൻ, അങ്ങനെ ഓരോ ചെടികൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ മരങ്ങൾക്കനുസരിച്ച് വൃക്ഷായുർവേദത്തിൽ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ എന്താണ്, ഏത് മാനർ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണിത്. പ്ലാവൊക്കെ ആണെങ്കിൽ ത്രിഫല വെച്ചിട്ട് ത്രിഫലയുടെ കഷായം വെച്ചിട്ട് നനച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അത് കൂടാതെ വാഴക്കൊക്കെ നമ്മുടെ വൈക്കോല് കരിച്ചിട്ടുണ്ടാവുന്ന അതിന്റെ ചാരുണ്ടല്ലോ, അതും ചാണകവും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഫാറ്റ്, മൃഗങ്ങളുടെ കൊഴുപ്പും ഇതെല്ലാം, മാംസം കഴുകിയ വെള്ളവും ഇതെല്ലാം കൂടി എടുത്തിട്ട് വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് മാനുവർ പറയുന്നത്, അതായത് വളങ്ങൾ പറയുന്നത്. ഇനി അത് കൂടാതെ ചെടികൾ എപ്പോഴും വേണം നനയ്ക്കുന്നത് എന്നും വൃക്ഷായുർവേദത്തിൽ പറയുന്നുണ്ട്. പുതിയ നട്ട ചെടികളാണ്, അത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം എന്നാ പറയണത്. അതെങ്ങനെയാണ്? സോയില്, അതായത് വെള്ളം ഫർദർ ഇനി അതിന് മേൽ വെള്ളം വലിച്ചെടുക്കില്ല എന്ന അവസ്ഥ വരണ വരെ നനച്ചു കൊടുക്കാനാണ് പറയുന്നത്. അത് മണ്ണിന്റെയും ടെക്സ്ചറും ആ ക്ലൈമറ്റിനനുസരിച്ചാണ്. ഭയങ്കര അരിഡായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്ക് അങ്ങനെ വേണം നനച്ചു കൊടുക്കാൻ. ആ സമയത്ത് വളരെ ചതുപ്പുള്ള ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 5 ദിവസത്തിൽ ഒരിക്കലും മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു സാധാരണ മണ്ണാണ്, ഒരുപാട് ഡ്രൈയും അല്ല ഒരുപാട് മാർഷിയും അല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 10 ദിവസത്തിൽ കൂടുതൽ എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു 10 ദിവസത്തേക്ക് വെള്ളം നനച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ആ ക്വാണ്ടിറ്റി റെസ്ട്രിക്ട് ചെയ്യാം. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അത് വിന്ററിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, സ്പ്രിംഗില് എവറി ഈവനിങ്ങില്, സമ്മറിലാണെങ്കിൽ ചൂടുകാലത്താണെങ്കിൽ ദിവസത്തിൽ 3 പ്രാവശ്യം എന്നുള്ള രീതിയിൽ മരത്തിനെ നനച്ചു കൊടുക്കണം എന്നാണ് വൃക്ഷായുർവേദത്തിൽ പറയുന്നത്. ഇനി സീഡ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു സീഡ് മുളപ്പിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇപ്പം കാന്താരി, വഴുതനയുടെ വിത്തൊക്കെ നമ്മൾ മുളപ്പിക്കുന്നതിനേക്കാൾ മുന്നേ മുളകൊക്കെ നമ്മൾ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ചിലർ പാലിൽ മുക്കും, ചിലർ കഞ്ഞിവെള്ളത്തിൽ മുക്കും. അതേപോലെ ഈ വൃക്ഷായുർവേദത്തിലും പറയുന്നുണ്ട് സീഡുകളെ ട്രീറ്റ് ചെയ്യുന്ന വിധം. നല്ല മെച്ചുവർ ആയിട്ടുള്ള സീഡ്സ് വേണം എടുക്കാൻ, അതും നല്ല പ്രോപ്പർലി കളക്ട് ചെയ്ത സീഡ് ആയിരിക്കണം. അത് പാലിൽ മുക്കി വെച്ച് 5 ദിവസം പാല് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. 5 ദിവസം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വിടാലരിയും നെയ്യും ചേർത്തൊരു പേസ്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് പുകച്ചിട്ട് വേണം ഇതിനെ നടാന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ പാലില് ചാണകം കലക്കിയിട്ട് അതിൽ മുക്കി വെക്കാനും പറയുന്നുണ്ട്. നന്നായി നെയ്യ് തേച്ചിട്ട് കയ്യിലിട്ട് നന്നായിട്ട് തിരുമണം. ചില സീഡുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിന്റെ ആ കോട്ട് ഉണ്ടല്ലോ, സീഡ് കോട്ട്, ആ വിത്തിന്റെ കവറിങ്, അതിന് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ അത് മുളയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരച്ച് അതിന്റെ എന്ത് കളയണം, ആ കട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുള പൊട്ടി പുറത്തേക്ക് വരാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഇനി അതുമല്ല, നല്ല കട്ടിയുള്ള ചില സീഡുകളുണ്ട്. ഇപ്പൊ കക്കും കായ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ കർക്കിടക കഞ്ഞിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ സീഡൊക്കെ ഭയങ്കര കട്ടിയാണ്, അത് മുളപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ അത് പുഴുങ്ങിയിട്ടൊക്കെയാണ് മുളപ്പിക്കുക. കാരണം ഡീനേച്ചർഡ് ആയി പോവാതെ എടുത്തിട്ട് അതിനെ ആവിയൊക്കെ കൊള്ളിച്ച് അതിന്റെ സീഡ് കോട്ട് അത്രയും കട്ടിയാണ്. കാരണം റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് സ്ഥലമൊക്കെ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് വേണം അതിന് മുളയ്ക്കാൻ. അത് ആഫ്രിക്കയിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. കടലൊക്കെ കടന്ന് കഴിഞ്ഞ് നമ്മുടെ ഈ തീരത്തൊക്കെ വന്ന് മുളയ്ക്കുന്ന ഒരുപാട് സസ്യങ്ങളുണ്ട്. അപ്പൊ അത് ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നേരിട്ട് വന്നിട്ട് മുളയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രകൃതി അത്രയും കട്ടിയുള്ള ഒരു സീഡ് കോട്ട് അതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുളയ്ക്കാനും ഭയങ്കര പാടാണ്. അപ്പൊ ഒരുപാട് നാൾ കിടന്ന് അതിന് സീഡ് കോട്ട് എല്ലാം ദ്രവിച്ചതിന് ശേഷമാണ് അതുങ്ങൾ മുളച്ചു വരുള്ളൂ. അപ്പൊ ചിലതൊക്കെ ആവി കയറ്റിയിട്ട് ആ സീഡ് കോട്ടൊക്കെ കട്ടിയൊക്കെ കുറച്ചിട്ട് മുളപ്പിക്കുന്ന ചെടികളും ഉണ്ട്. പിന്നെ അടുത്തത് വേറൊരു രീതി പറയുന്നത്, സീഡിനെ എടുത്തിട്ട് പാലില് സ്പ്രിങ്കിൾ ചെയ്തിട്ട് എള്ളും കൊണ്ടും പിന്നെ നമ്മുടെ കടുക് കൊണ്ടും എള്ള് കരിച്ച ആ ചാരുണ്ടല്ലോ അതും പിന്നെ പുത്തരിച്ചുണ്ടയുടെ എള്ളും പുത്തരിച്ചുണ്ടയും കൂടി കരിച്ച ചാരം ഒക്കെ എടുത്തിട്ട് പൊതിഞ്ഞു വെച്ച് വറളി കൂട്ടി നന്നായിട്ട് ഉരച്ചിട്ട് പിന്നെ ബോൺമാരോ സ്മോക്ക് ചെയ്ത് ഒക്കെ വെക്കുവാണെങ്കിൽ
പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒട്ടും സ്പ്രൗട്ട് ചെയ്യാത്ത ചില സീഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതികൾ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ നമുക്ക് ഈ രീതികളൊക്കെ പിന്തുടർന്ന് വന്ന സ്പ്രൗട്ട് ചെയ്ത് ചെടികൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തത് ഗാർഡനിങ് ആണ്, ഉപവന വിനോദം. എങ്ങനെ വേണം ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാന്നൊക്കെ അതും വൃക്ഷായുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എല്ലാവരും ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവും. അശ്വതമേഘം പിജുമന്തമേഘം നഗ്രോധമേഘം ദശതിന്ദ്രണീശ കപിത്ത വിൽവ ആമലകത്രയശ പഞ്ചാമ്ര നാളി നരകം നയാതി. അതായത് എത്ര ചെടികള് ഇത്ര ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാല് നരകത്തിലേക്ക് പോയില്ല, സ്വർഗം കിട്ടിക്കോളും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ ഇതിന്റെ ബാക്കില് എന്താ വേറൊരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഭാരതത്തിനെ ഇത്രയും ഒരു മഹത്വമുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നത്. അതായത് അശ്വതമേഘം, ആല് എന്താണ് ഒന്നാണ് വേണ്ടത്. അശ്വതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയാല് ഒന്ന് വേണം. പിജുമന്തം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വേപ്പ്, ആര്യവേപ്പ്. പിജുമന്തം ഒന്ന് വേണം. നഗ്രോധം വീണ്ടും പേരാല്, അതും ഒന്ന് വേണം. ദശതിന്ദ്രണീശ എത്രയാണ്? 10 പുളിമരങ്ങള്. ദശതിന്ദ്രണി എന്ന് പറഞ്ഞാൽ പുളിമരങ്ങളാണ്. അതായത് ഈ ആലും ആര്യവേപ്പ് എല്ലാം ഓരോന്ന് വെക്കുക. 10 പുളി വെക്കുക. കപിത്ത ബിൽവ ആമലകത്രയംശ, അതായത് കപിത്തം അറിയാലോ, നമ്മുടെ വിളാർ, എന്താണ് വ്ളാങ്ക എന്നൊക്കെ പറയുന്ന സാധനമാണ് കപിത്തം. പിന്നെ ബിൽവം കൂവളം, ആമലകം നെല്ലിക്ക, ഇതെല്ലാം മൂന്ന് വെച്ചിട്ട്, ഇതെല്ലാം മൂന്ന് മരങ്ങളായി വെച്ചിട്ടും, പിന്നെ പഞ്ചാമ്രനാളി, പഞ്ചാമ്രവും പഞ്ചനാളിയും. പഞ്ചാമ്രം എന്ന് പറഞ്ഞാൽ 5 മാവ് നടണം, 5 നാളികേരം തെങ്ങ് നടണം. എന്നാലോചിച്ച് നോക്കിയേ, ഇത്രയും നടുമ്പോ തന്നെ ഒരു വീട്ടില് അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് ഒരുപാട് ചെടികളായി, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയി. അപ്പൊ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാം. അതുപോലെ തന്നെ നോക്കിയേ, അശ്വതം, അതായത് അരയാല്, പേരാല്, പിന്നെ നമ്മുടെ ആര്യവേപ്പ്. ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരു വില്ലേജില്, ഒരു ഗ്രാമത്തില് അത്യാവശ്യം ഉണ്ടാവുന്ന അസുഖങ്ങൾക്കെല്ലാം, ഒരു ഇൻഫെഷ്യസ് അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൻ ഡിസീസ് ആണെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന അത്യാവശ്യം വേണ്ട അസുഖങ്ങൾക്കെല്ലാം ഉള്ള മരുന്നുകള് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മരങ്ങളാണ് ഈ അശ്വതവും പിജുമന്തവും നഗ്രോധവും ഒക്കെ. ഈ അരയാലും പേരാലും ആര്യവേപ്പൊക്കെ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കാനാ പറയണേ. എന്ത് വേണ്ടിയിട്ടാണ്? അതിന്റെ തന്നെ ആ ചെടിയെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുകൂടാതെ ആ ഒരു വില്ലേജിലേക്കുള്ള ഒരു ഫാർമസിയാണ് ഈ മരങ്ങള്. അപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആര്യവേപ്പിന്റെ ഇല ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരയാലിന്റെ തൊലി ഉപയോഗിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ പേരാലിന്റെ മൊട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. അതുകൂടാതെ ഇനി അടുത്തത് നോക്കിയേ, ദശതിന്ദ്രണീശ, പുളി ഉപയോഗിക്കാനാ പറയണേ. പുളിയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ടും കറി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൂടാതെ പുളിമരത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്തരീക്ഷത്തിന് എയർ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. ഒരു പുളിമരം നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് എന്താണ് റിയാക്റ്റീവ് സ്പീഷീസുകളെല്ലാം, അതായത് എയറിനെ പ്യൂരിഫൈ ചെയ്ത് വിടാൻ അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുളിയാണ്. അപ്പൊ ഒരു 10 പുളി ആ ഒരു പരിസരത്തിൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു പരിസരത്തിൽ എന്താണ് നല്ല ഒരു എയർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടും. അത് വെക്കാം. പിന്നെ അടുത്ത എന്ന് നോക്കിയേ, കപിത്വ ബിൽവ ആമലകത്രയശ. ഇനി വിശപ്പ് വന്നാൽ അത്യാവശ്യം കഴിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെയാണ് കപിത്വം, ബിൽവം, ആമലകം. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ദേവനെ നേദിക്കണമെങ്കിലോ കപിത്വം, റിലീജിയസ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ മരങ്ങൾ കൂടിയാണ് ഈ കപിത്വ, ബിൽവ, ആമലകൾ. പിന്നെ അടുത്ത എന്താണ്, ഇനി കയ്യിൽ കാശില്ലെങ്കിലോ ആമ്രം, മാവ് വെച്ചു പിടിപ്പിക്കാം. നാളികേരം, തെങ്ങും വെക്കാം. ഇത് രണ്ടും എന്താണ്, തേങ്ങ വിറ്റിട്ടാണെങ്കിൽ ഇത്തിരി കാശ് കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് ഐഡിയകളുടെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഗാർഡനിങ് രീതിയായിരുന്നു അന്നത്തെ. അതൊരു ഗ്രാമത്തില് ഇത് ഒരാള് നട്ടുപിടിപ്പിക്കണം എന്നാ പറയണേ. അതായത് പണ്ട് കാലത്ത് പലതും പല ആചാരങ്ങളും പിന്തുടർന്നു പോകുന്നത് പല വിശ്വാസങ്ങളെ ചേർന്നിട്ടായിരുന്നു. നമുക്കറിയാം സർപ്പക്കാവിന്റെ കൺസെപ്റ്റ് എന്താണ്? സർപ്പക്കാവ് എന്തെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരും, നമ്മുടെ പരമ്പര തന്നെ നശിച്ചു പോകുന്നൊക്കെ ഒരു കൺസെപ്റ്റ് പണ്ടുകാലം മുതലേ ഉള്ളത് കൊണ്ട് ഇപ്പോഴും സർപ്പക്കാവുകൾക്ക് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും ഒന്നും ഇതുവരെ ആരും തൊടാതെ സ്പർശിക്കാതെ ഇപ്പോഴും നിലനിന്ന് പോരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഭാഗമായിരുന്നു അന്ന്. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാലാണ് ആളുകള് ഇതിനെയൊക്കെ നശിപ്പിക്കാതിരിക്കുള്ളൂ എന്ന് പണ്ടത്തെ കാരണവന്മാർക്ക് അറിയായിരുന്നു. അത് അവർ സ്പ്രെഡ് ചെയ്തു. അത് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. അതേപോലെ തന്നെ പറയാണ്, ഈ ഇത്രയും മരങ്ങളൊക്കെ നിങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകില്ല, സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് ഒരാളോട് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യൻ എന്തേ വിചാരിക്കുള്ളൂ? എനിക്ക് നരകത്തിൽ പോകണ്ട, സ്വർഗത്തിൽ പോകണം,
അതിന് ഏറ്റവും നല്ലത് എന്താ, ചെടി നടാനാണെങ്കിൽ ഞാൻ നട്ടോളാം എന്ന് പറഞ്ഞ് അവൻ ഈ 5 മാവും 5 നാളികേരവും ഇതെല്ലാം നട്ട് അവന്റെ പറമ്പിൽ അങ്ങ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു ഗ്രാമത്തിലെ, എന്റെ ഒരു ഗ്രാമത്തിലെ ഒരു ബയോഡൈവേഴ്സിറ്റി എത്ര ഇത് വരും. ഒരുപാട് പൂമ്പാറ്റകളും ഒരുപാട് കിളികളും ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ ഒരുപാട് അണ്ണാനും അങ്ങനെ അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഭയങ്കര റിച്ച് ആയിട്ട് മാറുന്ന ഒരു ഐഡിയ ആണ് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തിന്ത്രണിയുടെ ഓൾറെഡി പുളിയുടെ ഒരു ഇത് ഓൾറെഡി പറഞ്ഞു. പിന്നെ നക്ഷത്രവൃക്ഷം രാജനിഘണ്ടുവിലാണ് നക്ഷത്രവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറയണോ, അത് രാജനിഘണ്ടുവിലാണ് അതിന്റെ റെഫറൻസ് കിടക്കുന്നത്. അതും എന്തിനു വേണ്ടിയിട്ടാണ്, ഈ 27 മരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, നശിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള മരങ്ങളാണ്. അതിനെ നമ്മൾ നക്ഷത്രവനമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഓരോ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഓരോ വിശ്വാസ രീതികളിലും ഇതിന് നിലനിർത്തി പോരുമ്പോൾ ആ ചെടി നശിക്കാതിരിക്കുന്നു, അതിന്റെ പരമ്പര നിന്നു പോകുന്നില്ല. അപ്പൊ ആ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രകൃതി സംരക്ഷണ രീതിയും നമുക്ക് ഇതിൽ കാണാം. പിന്നെ ലതാഗ്രഹം, അതായത് എങ്ങനെ പർഗോളാസ് വെച്ചിട്ട് ക്ലൈംബിംഗ് പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് പർഗോള ചെയ്യാമെന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐഡിയകള് ആയുർവേദത്തില് വൃക്ഷായുർവേദത്തില് പറയുന്നുണ്ട്. പിന്നെ ട്വിക്സ് വെച്ചിട്ട് നമ്മള് മരം കമ്പ് വെച്ച് നടുന്ന സമയത്ത് മുള അധികം പൊട്ടാത്ത, പുതിയ മുളകൾ പൊട്ടാത്ത കമ്പ് വേണം യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ചില നമ്മളിപ്പോ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഈ നഴ്സറിക്കാര് നമുക്ക് നമ്മൾ എന്താ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിങ് സാധനമാണ് വാങ്ങാൻ പോണെങ്കിൽ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. കായ്കളൊന്നും ഇല്ലാതെ പുതിയ ഷൂട്ട് അങ്ങനെ അധികം വരാതെ തളർത്ത് തുടങ്ങുന്ന ഒരു ചെറിയ തൈ വാങ്ങിക്കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഫ്ലവറോട് കൂടിയും ഫ്രൂട്ടോട് കൂടിയും നിൽക്കുന്ന സാധനങ്ങൾ ഏറ്റവും അവരമായിട്ടാണ്, അത് അത് പ്ലാൻ ചെയ്യരുതെന്നാണ് പറയണത്. അപ്പൊ എപ്പോഴും ഷൂട്ടൊന്നും ഇല്ലാത്തൊരു പുതിയ ഹലോ ഡോക്ടറെ, ഡോക്ടറെ ഓഡിബിൾ അല്ല കേട്ടോ. ഡോക്ടറെ, ഡോക്ടർ ഡിസ്കണക്ട് ആയി തോന്നുന്നു. കണക്ഷൻ എറർ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഇനി ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. Thank you all for joining.